ഒരു കുട്ടി കടൽ കാണാൻ ചെന്ന് അപ്പോൾ തിരയിങ്ങനെ ആർത്തലച്ചടിക്കുക. നമ്മൾ ഇതേ മട്ട് ഇതിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അങ്ങനെ ആർത്തലച്ച് വരിക. അപ്പോൾ കുട്ടിക്ക് നല്ല ഹരായി, ഇങ്ങനെ അടിച്ചു വരികയല്ലേ തരാം. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഇതിലേ ഇങ്ങ് കോരി വെള്ളം അതിങ്ങനെ നോക്കിക്കൊണ്ടു, അടിക്കുന്നില്ല, ഇത് തിര വരുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്തത്, നീ എന്താ തിരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി. പിന്നെ കുട്ടി കരച്ചരായി, വല്ലാത്ത പ്രയാസമായി. അപ്പോൾ ആ വെള്ളത്തിനൊരു ദയ തോന്നി. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന്. അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നൊക്കെ മനസ്സിലാക്കുക. അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തി ഇല്ല എന്നത് തിരിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും. സോവിയറ്റ് യൂണിയൻ എന്ന മഹാസമുദ്രത്തിൽ നിന്ന് അതിശക്തമായ അലകൾ വീശി അടിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയെപ്പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് വഴി തുറന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗോർബച്ചേവുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വറ്റി വരളാൻ ഇടയായി. പിന്നീട് അതിൽ നിന്ന് കോരുന്ന ബക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയും. എന്നാൽ ലോകം ഇത് അതിജീവിക്കുവാനുള്ള മാർഗങ്ങളാണ് ലാറ്റിൻ അമേരിക്കയിലും മധ്യേഷ്യയിലും മറ്റും ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഗോർബച്ചേവുമാരുടെ ദുഷ്ചെയ്തികൾ കാരണം നമ്മുടെ സമുദ്രങ്ങളും വറ്റി വരളാതിരിക്കാനുള്ള ജാഗ്രതയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പുരോഗമന പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ എന്ന മഹാസമുദ്രത്തിൽ നിന്ന് അതിശക്തമായ അലകൾ വീശി അടിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയെപ്പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് വഴി തുറന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗോർബച്ചേവുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വറ്റി വരളാൻ ഇടയായി. പിന്നീട് അതിൽ നിന്ന് കോരുന്ന ബക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയും. എന്നാൽ ലോകം ഇത് അതിജീവിക്കുവാനുള്ള മാർഗങ്ങളാണ് ലാറ്റിൻ അമേരിക്കയിലും മധ്യേഷ്യയിലും മറ്റും ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഗോർബച്ചേവുമാരുടെ ദുഷ്ചെയ്തികൾ കാരണം നമ്മുടെ സമുദ്രങ്ങളും വറ്റി വരളാതിരിക്കാനുള്ള ജാഗ്രതയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പുരോഗമന പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.